ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം വളരെയേറെ സീക്രട്ടാണ് കേട്ടോ. എൻ്റെ അടിയനിയത്തിൽ ഇത്രയേറെ പൂക്കളുണ്ടായപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു സീക്രട്ട് ടിപ്പ് എന്താണെന്ന്. പക്ഷെ ഞാൻ ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുട്ടയാണ് ഇതിലെ പ്രധാനി. നമ്മൾ സാധാരണയായി മുട്ടത്തോട് ചെടിക്കിടാറുണ്ട്. നിങ്ങൾ ഇടാറുണ്ടോ? ഞാൻ ഇടാറുണ്ട്. റോസക്കൊക്കെ മുട്ടത്തോട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നല്ല കുറേ പൂക്കളുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ മുട്ടയിൽ ഉള്ളിലെ വെള്ളയും മഞ്ഞയും ചാരത്തിൽ മിക്സ് ചെയ്ത് നിങ്ങൾ ചെടിക്കിട്ട് നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ഇവിടുത്തെ സീക്രട്ട് ടിപ്പ് അതാണ്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ അടിയനത്തിൽ കാണാൻ പറ്റും, കുറേ മുട്ടുകളും കുറേ പൂവുകളും കാണുന്നുണ്ട്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ അടിയനത്തിൻ്റെ ചുവട് വെള്ളമൊഴിച്ച് ഇളക്കിയ ശേഷം മുട്ടയും ചാരവും മിക്സ് ചെയ്ത് വേരിൽ തട്ടാത്ത വിധം വേണം കേട്ടോ. സൂക്ഷിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ പണി പാളും. വേരിൽ തട്ടാത്ത വിധം ചുവട്ടിൽ കുറച്ച് ഒഴിക്കുക. അതായത് കുറച്ച് കുറച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കാനൊന്നും നിൽക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. കാര്യം സിമ്പിളാണ്, പക്ഷെ റിസൾട്ട് സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.